കൊച്ചിയിലെ ഡ്രഗ് ഡീലർ കെവിൻ പിടിയിലായ കേസിൽ അന്വേഷണം തുടരുന്നതിനിടെ ലഭിക്കുന്ന വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. കെവിന്റെ ലഹരി വിതരണ ശൃംഖലയിൽ ഉന്നതരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. എങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതിയതിനേക്കാൾ ആഴമുള്ളതാണ് കെവിന്റെ ലഹരി കച്ചവട ശൃംഖല. മാത്രമല്ല, മുന്തിയ ഇനം സിന്തറ്റിക് ലഹരി വൻതോതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം കെവിൻ എത്തിച്ചതായി അന്വേഷണത്തിൽ സൂചനയുണ്ട്. ഇതിനുള്ള സാമ്പത്തിക സ്രോതസ് ഏതാണ് എന്ന അന്വേഷണത്തിലേക്കും കൊച്ചി പോലീസ് കടന്നിട്ടുണ്ട്. കൊച്ചിയിലെ കെമിക്കൽ ഡ്രഗ്സിന്റെ ഹോൾസെയിൽ ഡീലറായിട്ടാണ് കെവിൻ പ്രവർത്തിച്ചിരുന്നത്. DJ പാർട്ടിക്കെത്തുന്ന ഡോക്ടർമാരും സിനിമാ അഭിനേതാക്കളും ഉൾപ്പെടെയുള്ളവരുമായി അടുത്ത ബന്ധമുണ്ടാക്കിയ കെവിൻ മുന്തിയ ഇനം MDMA അടക്കമുള്ള കെമിക്കൽ ഡ്രഗുകൾ വൻതോതിൽ കച്ചവടം ചെയ്തിരുന്നു. കെവിന്റെ പക്കൽ നിന്ന് 100 ഗ്രാം വീതം MDMA എടുത്ത് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന 3 പേരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഡാൻസാഫ് പിടികൂടിയത്. വിവിധ ഇടങ്ങളിൽ നിന്ന് മുന്തിയ ഇനം ലഹരികൾ വൻതോതിൽ കൊച്ചിയിലെത്തിക്കാനും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി വന്നിരുന്ന പണത്തിന്റെ സ്രോതസ്സിനെ സംബന്ധിച്ചാണ് പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തുന്നത്. കൊച്ചിയിലെ പല ആഡംബര ഹോട്ടലുകളിലും സംഘടിപ്പിക്കപ്പെട്ട പാർട്ടികളിൽ കെവിൻ നടത്തിയിരുന്ന ലഹരി കച്ചവടത്തെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബിസിനസ്സുകാർ, റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർ, അഭിഭാഷകർ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ അങ്ങനെ അതിസമ്പന്നരുടെ വലിയ ശൃംഖലയ്ക്ക് തന്നെ കെവിൻ സിന്തറ്റിക് ലഹരി എത്തിച്ചു നൽകിയിരുന്നു. കെവിന്റെ മൊബൈലിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പോലീസ് കണ്ടെടുത്തു. കൊച്ചിയിലെ വൈറ്റ് കോളർ ഡ്രഗ് പാർട്ടി കേസുമായി ബന്ധപ്പെട്ട് കെവിന്റെ സാന്നിധ്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കെവിൻ തന്റെ ചില പ്രധാന ഇടപാടുകാരുടെ പേരുവിവരങ്ങൾ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖർ ലഹരി ശൃംഖലയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഡോക്ടർമാരെ പോലെയുള്ളവർ സ്ഥിരം സിന്തറ്റിക് ലഹരി വാങ്ങിയിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചിട്ടുണ്ട്. ഓൺലൈൻ വഴി 1000 രൂപ അടച്ചാൽ ലഭിക്കുന്ന പ്രസ് ID കാർഡ് ആണ് കെവിൻ ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യൻ പ്രസ് യൂണിയന്റെ ജില്ലാ റിപ്പോർട്ടർ എന്ന പേരിലായിരുന്നു ഇയാളുടെ തട്ടിപ്പുകൾ. കെവിനെ കസ്റ്റഡിയിലെടുത്ത ദിവസം നടത്തിയ പരിശോധനയിൽ ഫോട്ടോ പതിച്ച ID കാർഡും കണ്ടെടുത്തിരുന്നു. കെവിന്റെ ഫോണിൽ നിന്ന് 22 ലക്ഷം രൂപയുടെ ഇടപാടിന്റെ രേഖകൾ ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ചു. കഴിഞ്ഞ 1 വർഷത്തെ ഇടപാടുകളുടെ കണക്ക് മാത്രമാണിത്. പെൺകുട്ടികളെ ഇരകളാക്കിയാണ് ലഹരിക്കടത്ത് നടത്തിയിരുന്നത് എന്ന് കെവിൻ പിടിയിലായപ്പോൾ തന്നെ ഡാൻസാഫ് മനസ്സിലാക്കിയിരുന്നു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്താണ് പെൺകുട്ടികളെ വലയിലാക്കിയിരുന്നത്. 1 വർഷം മുമ്പ് കെവിൻ ഡാൻസാഫിന്റെ പിടിയിലായിട്ടുണ്ട്. അന്ന് ഇയാൾക്കൊപ്പം 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ലഹരി വിൽപ്പനയ്ക്ക് ഇയാൾക്ക് ഏജന്റുമാരും ഉണ്ടായിരുന്നു. കാക്കനാട് വാഴക്കാല ഭാഗത്തു നിന്നാണ് കെവിനെ പോലീസിന്റെ പിടിവീഴുന്നത്. പിടിയിലാകുമ്പോൾ കെവിന്റെ കൈവശം 183.55 ഗ്രാം MDMA, 93.51 ഗ്രാം എക്സ്റ്റസി പിൽസ് എന്നിവയാണ് ഉണ്ടായിരുന്നത്. മാർച്ച് 29-നാണ് കൊച്ചിയിലെ പ്രമുഖ ഹോട്ടലിൽ നിന്ന് ഉന്നതരുടെ സംഘം ലഹരി ശേഖരവുമായി പോലീസിന്റെ വലയിലായത്. ഡോക്ടറും ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമയും വക്കീലും അടക്കം പിടിയിലായവർക്ക് ലഹരി എത്തിച്ചു നൽകിയ കെവിനെ 18 ദിവസത്തിന് ശേഷമാണ് കൊച്ചി പോലീസ് പൊക്കുന്നത്. എന്നാൽ ആ ഘട്ടത്തിൽ സിന്തറ്റിക് ലഹരി കച്ചവടത്തിലെ ഇത്രയും വലിയ സ്രാവാണ് വലയിലായതെന്ന് പോലീസുകാർ പോലും കരുതിയിരുന്നില്ല. കെവിന്റെ തായ്ലാന്റ് അടക്കമുള്ള വിദേശ ബന്ധങ്ങളെ സംബന്ധിച്ച് വലിയ ദുരൂഹതകൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.